ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം. വേണം ഈ മുൻകരുതലുകൾ. ലക്ഷണങ്ങൾ ഇതാണ്. കഴുത്ത് പിന്നോട്ട് ചരിച്ചും മറ്റും ദീർഘനേരം ഇരിക്കേണ്ടി വരുന്ന ഇടമാണ് ബ്യൂട്ടി പാർലറുകൾ. ഇത്തരത്തിൽ ദീർഘനേരം കഴുത്ത് അസ്വാഭാവികമായ രീതിയിൽ വയ്ക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ കുറയ്ക്കാനും രക്തധമനികൾ ഞെരുങ്ങാനും ഇടയാക്കാമെന്നും ഇത് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോമിലേക്ക് നയിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 1993 ജേണൽ ഓഫ് ദ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഡോക്ടർ മൈക്കിൾ വെയിൻട്രോബാണ് ബ്യൂട്ടി പാർലർ സിൻഡ്രോം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. ഹെയർ സലൂൺ സന്ദർശനത്തിന് പിന്നാലെ 5 സ്ത്രീകളിൽ കാണപ്പെട്ട നാഡീവ്യൂഹപരമായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഡോക്ടർ മൈക്കിളിൻ്റെ ഈ നിരീക്ഷണം. അപൂർവമായി മാത്രമാണ് സലൂണിൽ പോകുന്ന ചിലരിൽ ഈ പ്രശ്നം കാണപ്പെടുന്നത്. തലകറക്കം, തലവേദന, ഓക്കാനം, മങ്ങിയ കാഴ്ച, ബോധക്ഷയം, കൈകളിൽ മരവിപ്പ്, കഴുത്തുവേദന, കുഴഞ്ഞ സംഭാഷണം, അത്യധികമായ ദുർബലത, സഹായമില്ലാതെ നേരെ നിൽക്കാനാവാത്ത അവസ്ഥ എന്നിവയാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ. ദീർഘനേരം കഴുത്ത് ചരിച്ച് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നെക്ക് കുഷ്യനുകളും മറ്റും ഉപയോഗിച്ച് സൗകര്യപ്രദമായ രീതിയിൽ മാത്രമേ ഇരിക്കാവൂ എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. കഴുത്തിന് പിരിമുറുക്കവും നാഡീഞരമ്പുകളുടെ ഞെരുക്കവും ഒഴിവാക്കാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് തല സാധാരണ രീതിയിൽ വയ്ക്കാനും അനക്കാനുമൊക്കെ ശ്രമിക്കേണ്ടതാണ്. നിത്യവുമുള്ള കഴുത്തിൻ്റെ വ്യായാമങ്ങളും ഈ സിൻഡ്രോമിൻ്റെ സാധ്യത കുറയ്ക്കും. ഇത്തരം ആരോഗ്യപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.